മുമ്പ്. അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് റിവ്യൂ ഇവിടെ തുടങ്ങിയാണ്. ഇത് ഓഫ് റോഡല്ല, കുറച്ച് ദൂരം റോഡുണ്ട് കേട്ടോ. ഇതെൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നൊരു വഴിയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആന ഇറങ്ങുന്ന വഴിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും പോവാം. അപ്പോൾ എന്തുകൊണ്ട് FC വേർഷൻ 3 ആയിട്ട് ഞാൻ ഓഫ് റോഡ് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ എന്താണ് എല്ലാവർക്കും എക്സ്പേർട്സും ഹിമാലയനൊക്കെ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം എനിക്ക് പേഴ്സണലി എനിക്കൊരു ഹൈറ്റ് കുറഞ്ഞ ഒരു കുറച്ചുകൂടിയൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള വണ്ടിയാണ് താല്പര്യം. മാത്രമല്ല എനിക്ക് യമഹയോട് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ അല്ലെങ്കിൽ എനിക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ട്. അങ്ങനെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ വണ്ടി എടുക്കുക, നോർമൽ വണ്ടി എടുത്തിട്ട് ഓടിച്ചിട്ട് കൊണ്ടു കിടക്കാൻ നോക്കുകയാണ്. ഇനി എന്തും ഓഫ് റോഡ് ചെയ്യുന്ന ആളൊന്നുമല്ല. ഇതുപോലെ ലൈഫിലൊരിക്കലും അല്ലെങ്കിൽ 2 തവണ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കേഷണലി അല്ലെങ്കിൽ ഹാഫ് യാത്ര ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ മോശം റോഡെ ഓടിക്കണം. അതായത് നിങ്ങളുടെ വീട്ടിലോട്ടുള്ള റോഡ് അത്യാവശ്യം മോശമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതെങ്ങനെ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെടുത്തുകൊണ്ട് ഓഫ് റോഡ് വന്നത്. ഞാൻ എൻ്റെ പഴയ FC-യിൽ ഓഫ് റോഡ് പോകാറുണ്ട് ഒരുപാട്. ഇങ്ങോട്ട് വയനാട്ടോട്ടൊക്കെ തന്നെ ഒരുപാട് ഓഫ് റോഡ് ഉണ്ട്, ഓഫ് റോഡ് ട്രെയിൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇവരുടെ കൂടെയൊക്കെ ഓഫ് റോഡ് ട്രെയിലിൽ പോകുന്നുണ്ട്. ഏറ്റവും വലിയ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളിൽ ട്രൈബൽ സെഗ്മെൻറ്റിൽ 2 പേർക്ക് R15 വെർഷൻ 2 വെർഷൻ 3 അവർ R15 ഓഫ് റോഡ് ചെയ്യാറുണ്ട്. R15 അവർ എക്സ്ട്രീം ഓഫ് റോഡ് ചെയ്യാറുണ്ട്. ഇത് അവർ ഭയങ്കര സ്പീഡിലാണത്. അപ്പോൾ വണ്ടി ഓഫ് റോഡിന് വണ്ടി ഒരു ഘടകമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തുകാർ അല്ല എന്ന് തന്നെ നമ്മളെ പഠിപ്പിക്കും. കാര്യം ഇവിടെ അവർ സ്കൂട്ടറിലും ചെറിയ അല്ലെങ്കിൽ R15 ഓഫ് റോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് പ്രൈമറി സ്കില്ലാണ്. അപ്പോൾ എൻ്റെ ഓഫ് റോഡ് സ്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓഫ് റോഡ് സ്കില്ല് അത്ര സംഭവമല്ല. ഞാനൊരു ആവറേജ് ഓഫ് റോഡ് റൈഡറാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഓൺ റോഡ് റൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നോർമൽ റൈഡിങ് ആണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഓഫ് റോഡ് റൈഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാനിതിനെക്കുറിച്ച് പറയാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല. ഞാനിന്ന് പറയാൻ പോകുന്നത് 3-4 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ എൻജിൻ എങ്ങനെയാണ്, ഇതിൻ്റെ ടോർക്ക് ഡെലിവറി എങ്ങനെയാണ് എന്നുള്ളതാണ്. 2, ഇതിൻ്റെ ഓവറോൾ ഇതിന് സീറ്റിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, സാഡിലിങ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ എങ്ങനെയാണ് എന്നുള്ളത്. ഇവിടെ നല്ല വാട്ടർ ക്രോസിംഗൊക്കെ ഉണ്ട് അത്യാവശ്യം. അതായത് പോകുമ്പോൾ 1-2 ഉണ്ട്. മഴയാണെങ്കിൽ അവിടെ വെള്ളം ഉണ്ടാകാറുള്ളൂ, അല്ലെങ്കിൽ അധികം വെള്ളം ഉണ്ടാകാറില്ല. ഞാനിപ്പോൾ ഈ റോഡ് കുറച്ച് മുമ്പ് കൂടെ ഈ റോഡ് എടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അവിടെ പോയിട്ട് അവനോട് ജോയിൻ ചെയ്ത ശേഷമാണ് ശരിക്കും അവിടെ നിന്ന് ഉള്ളിലോട്ടുള്ള സ്ഥലത്തേക്ക് പോകാനുള്ളത്. അതിന് മുന്നേ ഞാനിവിടെ കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ട്, പക്ഷേ അത് എടുക്കുന്നില്ല. ഞാൻ തൽക്കാലത്തേക്ക് എടുക്കുന്നില്ല. ഇത് ബസ് റൂട്ടാണ് കേട്ടോ, ബസ്സൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ കുറച്ച് ദൂരം വരെ ഉള്ളൂ ഈ റോഡൊക്കെ. ഇവിടെ നിന്ന് ലെഫ്റ്റ് വേണമെങ്കിൽ പോകാം, പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് തന്നെ ലെഫ്റ്റ് പോകുന്നില്ല. പൊക്കോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എലിഫൻറ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ സൂക്ഷിച്ച് പോകണം എന്നാണ് എന്നോട് പറഞ്ഞത്. ഒറ്റയ്ക്കായി പോയി. സാധാരണ ഇങ്ങോട്ട് ഒറ്റയ്ക്കല്ല വരാറ്.
റിട്ടേൺ ടോർക്ക് രക്ഷയില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ടാറല്ല, ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ദൂരം മാത്രം. ഈ വണ്ടിയുടെ ടോർക്ക് രക്ഷയില്ല കേട്ടോ. ടോർക്ക് നല്ല രസമാണ്. ലീനിയറാണ്, ഒപ്പം പവർഫുള്ളായിട്ടുള്ള ടോർക്കാണ്. പിന്നെ ബാക്ക് സസ്പെൻഷൻ അത്യാവശ്യം നന്നായിട്ട് അത്യാവശ്യം സോഫ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡ് ബൈക്ക് പോലെ അത്രയും സോഫ്റ്റ് എന്നല്ല, അത്യാവശ്യം സോഫ്റ്റാണ്. ഫ്രണ്ട് അത്യാവശ്യം 43 mm ആണ് ഫ്രണ്ട്. നോർമൽ ഫോക്കാണ്, അതാണ് നല്ലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്സൈഡ് ഡൗൺ ഫോക്ക് മെയിൻ്റനൻസ് ഇഷ്യൂസ് വരാറുണ്ട്. നിങ്ങൾ നമ്മുടെ ഈ നോർമൽ സെറ്റപ്പിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഇഷ്യൂ വരും. കാര്യം ഞാൻ ലീക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് മുഴുവനും അതിൻ്റെ ഓയിലാകും. മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് നോക്കുകയും വേണം. ഈ നോർമൽ ഫോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഓക്കെ സസ്പെൻഷൻ അത്ര ഫ്രണ്ട്ലി അല്ല. നമുക്ക് ഏതായാലും ഈ പ്രൈസ് റേഞ്ചിൽ ഹിമാലയനൊന്നും പ്രദർശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എക്സ്പൾസാണ്. എക്സ്പൾസിൻ്റെ ഒരു ഓഫ് റോഡ് റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എക്സ്പൾസ് കിട്ടിയിട്ടില്ല കയ്യിൽ. ഓടിച്ചു നോക്കി. ഇത് നോർമലി നമ്മുടെ ബാഡ് റോഡ്സിലൊക്കെ ഓടിച്ചു നോക്കി. ഒരു രക്ഷയുള്ള വണ്ടി. എനിക്ക് ജസ്റ്റ് ഹൈറ്റ് ഇഷ്യൂ മാത്രമേ തോന്നിയുള്ളൂ. അത് വണ്ടി അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഞാൻ 170 mm ഹൈറ്റുള്ളൊരു മനുഷ്യനാണ്. അതിൽ തന്നെ നമ്മുടെ ഹൈറ്റ് തന്നെ, നമ്മൾ ഹൈറ്റ് പറയുമ്പോൾ കാലിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ചിലപ്പോൾ കാലിൻ്റെ നീളത്തിൽ വ്യത്യാസം വരാം. അപ്പോൾ കാലിന് നീളം കുറവാണെങ്കിൽ ഇപ്പം എനിക്ക് കുറച്ച് കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് പല വണ്ടികളും എൻ്റെ ഹൈറ്റുള്ള ആൾക്കാർ ഓടിക്കും. അവർക്ക് പ്ലാന്റഡ് ഫുഡ് കിട്ടുമെങ്കിലും എനിക്കത് പാടായി. ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ പേപ്പാറ റേഞ്ച് എത്തി കേട്ടോ. ഫ്രഷിന് നമ്മൾ നെയ്യാട്ടാം റേഞ്ചിൽ നിന്ന് പേപ്പാറ റേഞ്ചിൽ കയറും. നിങ്ങളുടെ കിടിലങ്ങളായ ഓഫ് റോഡ് റൈഡേഴ്സ് ഇതിനെയൊക്കെ മൈൽഡ് ഓഫ് റോഡ് എന്ന് പറയുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഇതൊക്കെ ഓഫ് റോഡ് ആണോ എന്ന് ചോദിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ ഞാനിതിൻ്റെ ബേസിക് ഒരു ഹാൻഡിലിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സാഡ്ലി ചെയ്യാൻ അത്ര സുഖമുള്ള വണ്ടിയല്ല കേട്ടോ. സാഡ്ലി ചെയ്യണമെങ്കിൽ അത്ര സുഖമുള്ള വണ്ടിയല്ല. പിന്നെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂലിങ്ങിൽ അതായത് ചെറിയൊരു പ്രശ്നം. അത് ഞാൻ മനഃപൂർവ്വം കേട്ടി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അറിയാൻ വേണ്ടി ചെറിയൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് തേർഡ് ഗിയറിൽ നമ്മൾ ഫ്യൂൽ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്യൂലിങ്ങിന് ഫസ്റ്റ് ഒരു 5-10 ഡിഗ്രി ടെസ്റ്റിൽ ത്രോട്ടിൽ ടെസ്റ്റിൽ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. മിസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ദൂരം ഫ്യൂലിങ് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. കണ്ടോ ഇതുവഴിയൊക്കെ ഓട്ടോയൊക്കെ ഓടുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഓട്ടോയിലൊക്കെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയോ അല്ലെങ്കിൽ വയ്യാത്തൊരു മനുഷ്യനെയോ കൊണ്ട് പുറത്തോട്ട് പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വ്യൂ ഉണ്ടോ? രക്ഷയില്ലല്ലേ. വ്യൂ മാത്രമേ ഉള്ളൂ. ഇവിടെ ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെയും പറയാറുണ്ട്, പലരും പ്രഗ്നൻസിയിലേക്ക് ടൈമിൽ ബുദ്ധിമുട്ടാറുണ്ട്. ഇവിടെ നിന്ന് ജീപ്പൊക്കെ വരാറുണ്ട്. അപ്പോൾ നോക്കിയാൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് പോകാൻ പറയാൻ പറ്റില്ല. നല്ല സ്റ്റീപ്പായിട്ടുള്ള ക്ലൈമ്പാണ്. അത്യാവശ്യം പവർഫുള്ളായിട്ട് കയറുന്നുമുണ്ട്. സെക്കൻഡിൽ കയറുമെന്ന് നോക്കട്ടെ. ഇല്ല, സെക്കൻഡിൽ കയറും. സെക്കൻഡ് തേർഡെത്തുമ്പോഴത്തേക്കും ചെറിയൊരളപ്പുള്ളതേ ഉള്ളൂ. പക്ഷേ
ഇവിടുന്ന് ലെഫ്റ്റ് ഒരു നല്ല ഓഫ് റോഡ് ട്രെയിലാണ്. നമുക്ക് പറ്റുമെന്ന് നോക്കാം വൈകുന്നേരം. സാഡ്ലിങ് കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം എനിക്ക് ക്രാംപ്ഡാണ്. ഗിയർ ചേഞ്ചിന് ഇഷ്യൂ ഉണ്ട്. കാര്യം ഒരുപാട് ഞാൻ പുറകിലോട്ടാണ് നിൽക്കുന്നത്. ബാക്കിൽ സീറ്റ് അടിക്കുന്നത് സൗണ്ട് കേൾക്കുന്നുണ്ട്. സീറ്റ് കുറച്ച് ലൂസാണ്. ഒരു മൈലല്ലേ ആ കണ്ട, ഒരു രക്ഷയില്ല. പൊളിസാണ്. ഇതേ ഒരു മൈല് കണ്ടോ, അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഒരു മൈല് ഇത് എവിടെ ഉണ്ട്, നിർത്തി കാണിച്ചു. അടിപൊളി. ആ കാണുന്ന അഗസ്ത്യർകൂടമാണ് കേട്ടോ. അഗസ്ത്യർകൂടം പർവ്വതമാണ്. ഇവിടെ നിന്ന് ഉൾക്കാട്ടിലൂടെയും അഗസ്ത്യർകൂടം പോകാൻ പറ്റും. പക്ഷെ അത് അവർ മാത്രം, ഇവിടുത്തെ നമ്മുടെ ആദിവാസി സുഹൃത്തുക്കൾ മാത്രമാണ് പോകുന്നത്. പുറത്തുള്ള പബ്ലിക്കിന് അലോട്ടല്ല. ഞാനിങ്ങോട്ട് എത്തുന്നത്, ഞാനൊരു സോഷ്യൽ വർക്കറാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തുന്നത്. ഇതൊക്കെ എനിക്കിപ്പോൾ ഫാമിലിയാണ്. ഇവരെല്ലാവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ തന്നെയാണ്. ചെറിയ 2 വാട്ടർ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാട്ടർ ക്രോസിംഗ് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം ത്രോട്ടിൽ ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബൈക്ക് ഓഫ് റോഡ് കൊണ്ടുപോകാം. അത്യാവശ്യം എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും നല്ല ത്രോട്ടിൽ ബാലൻസ് വേണം. ഇവിടെ ഇങ്ങോട്ടാണ് എന്നാണ് വിശ്വാസം. എനിക്ക് ബേസിക് ത്രോട്ടിൽ ബാലൻസേ ഉള്ളൂ കേട്ടോ. ഞാൻ ഭയങ്കര ത്രോട്ടിൽ ബാലൻസ് ഉള്ള വ്യക്തിയൊന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ല. ഇതിന് ടയർ അത്യാവശ്യം നല്ലതാക്കിക്കൊണ്ട് ഉരുളൻ കല്ലുകളിൽ എടുത്ത് കിട്ടും. എടുത്ത് വെള്ളം കുറവാണ്. പിന്നെ പ്രോപ്പർ വാട്ടർ ക്രോസിംഗ് വിളിക്കാൻ പറ്റത്തൊന്നുമില്ല. ചെക്കുള്ള രസം. നമുക്ക് ആദ്യം വണ്ടിയുടെ റൈഡ് ഹാൻഡ്ലിങ്ങും റൈഡ് ക്വാളിറ്റിയും പറ്റിയിട്ട് സംസാരിച്ച് തുടങ്ങാം. ഒന്നാമത് എനിക്കിതിൻ്റെ ഇംപ്രസീവ് ഫീച്ചറായിട്ട് തോന്നിയത് ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയാണ്. എത്ര മോശം റോഡാണെങ്കിലും എത്ര നല്ല റോഡാണെങ്കിലും വളരെ നന്നായി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബൈക്കാണ് FZ വെർഷൻ 3. ആദ്യത്തെ വെർഷൻസും എനിക്ക് അതേപടി തന്നെയാണ് തോന്നിയത്. ഓഫ് റോഡിങ്ങിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യം കരുതിയത് അത്ര ഹാൻഡ്ലിങ് ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ ഓഫ് റോഡിലും അത്യാവശ്യം നന്നായി ഹാൻഡിൽ ചെയ്തു. ഇതിൻ്റെ ഒരേ ഒരു ഓഫ് റോഡിങ് നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ടയറാണ്. ഇതിൻ്റെ ടയർ വളരെ വൈഡായിട്ടുള്ള ടയേഴ്സാണ്. ഇതൊരു റോഡ് സ്പെക് ടയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡിങ് കൊണ്ടുപോകുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കുന്ന ഗ്രിപ്പ് കിട്ടണമെന്നില്ല. ബാക്ക് ടയർ അത്യാവശ്യം എന്ത് ചെയ്യാറുണ്ട്, സ്കിഡ് ചെയ്യാറൊക്കെ ഉണ്ട്. മണലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ സ്കിഡ് ചെയ്യാറുണ്ട്. അല്ലാതെ ഇതുപോലുള്ള റോഡുകളിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അത്യാവശ്യം ഒരു ബ്ലോക്ക് പാറ്റേൺ ടയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഓഫ് റോഡ് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ്. ഹാൻഡ്ലിങ്ങിൻ്റെയും റൈഡ് കംഫർട്ടിൻ്റെ കാര്യത്തിലും ഈ വാഹനം
ഈ വാഹനത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സ്ഡ് ആയിട്ടുള്ള റൈഡിങ് പോസ്റ്ററാണ്. പക്ഷേ അത് ഓഫ് റോഡിങ്ങിന് അത്ര സുഖകരമല്ല. നിങ്ങൾ ഉറപ്പായും ഇതിന് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഹാൻഡിൽ ബാർ റേസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ഹാൻഡിൽ ബാർ ഏതെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടിയൊക്കെ ഉയർത്തി ഹാൻഡിൽ ബാർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു എർഗണോമിക്സ് കിട്ടും. ഇതിൻ്റെ ടാങ്ക് വളരെ വലുതാണ്. കാല് അത്യാവശ്യം ലോക്ക് ചെയ്ത് റോഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. പക്ഷേ ഓഫ് റോഡ് വരുമ്പോഴത്തേക്കും കാല് ഗ്രിപ്പ് ചെയ്യാൻ എനിക്കല്പം പ്രശ്നം തോന്നി. ഇനി ഇതിൻ്റെ സീറ്റ്, ഞങ്ങൾ പില്ലിയനെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വാഹനം ഓഫ് റോഡ് പോയത്. ഓഫ് റോഡ് പില്ലിയനെ വെച്ച് പോയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. സസ്പെൻഷൻ ബാക്ക് അടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അടിതട്ടുന്നതായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും FZ വേർഷൻ 3 നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ ഉറപ്പായി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് റോഡിങ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സെക്കൻഡ് തേർഡ് ഗിയറിലൊക്കെയാണ് ഓടിക്കുന്നതെങ്കിൽ മൈലേജ് കമ്പാരിറ്റീവ്ലി കുറയുന്നുണ്ട്. നമുക്ക് ഓൺ റോഡ് കിട്ടുന്ന മൈലേജ് പ്രതീക്ഷിച്ച പോലെ കിട്ടുന്നില്ലായിരുന്നു. ഇതിൻ്റെ വീൽ സൈസ് 17 ഇഞ്ചാണ്. 17 ഇഞ്ച് വീൽ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൺ റോഡ് ഒരു റോഡ് സ്പെക്ക് വീലാണ്. അത് ഓഫ് റോഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ഇതൊരു ഓഫ് റോഡ് സ്പെക്കായിട്ടുള്ള വീലല്ല 17 ഇഞ്ച് എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ബ്ലോക്കിങ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ കയറി പോകാനൊക്കെ ചെറിയ ബുദ്ധിമുട്ട് തോന്നാം. മറ്റൊരു ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ് റോഡിനാണെങ്കിൽ സസ്പെൻഷൻ ട്രാവൽ അത്യാവശ്യം ഒരു പോരായ്മ തന്നെയാണ്. സസ്പെൻഷൻ ട്രാവൽ അത്യാവശ്യമുണ്ട്, എന്നാലും നമ്മൾ ഫ്രണ്ട് ഡൈവ് നന്നായിട്ടുണ്ട്. ഒരു കല്ലിൽ നിന്ന് ഇടിച്ചിറങ്ങുമ്പോഴൊക്കെയും ഫ്രണ്ട് ഡൈവ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് നോസ് ഡൈവിങ് ഉണ്ട്. റിയർ ആണെങ്കിൽ അത്യാവശ്യം ഒരു മീഡിയം സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പേർട്സ് പോലെ അത്യാവശ്യം ട്രാവലൊക്കെ ഉള്ള ബൈക്ക് സസ്പെൻഷനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഫ് റോഡൊക്കെ അത്യാവശ്യം എടുത്ത് കളിക്കാൻ പറ്റും. പക്ഷേ ഇതിലങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അടുത്തതിൻ്റെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ്. ബേസിക് ബ്രേക്സ് ആണ്, പ്രോഗ്രസീവ് ആണ്. ഓഫ് റോഡിലും ABS ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികെട്ട രീതിയിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു നല്ല വശമായിട്ട് തോന്നി. അടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ എൻജിൻ തന്നെയാണ്. ഇതിൻ്റെ എൻജിൻ പണ്ടത്തേനേക്കാളും കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് തോന്നി. പക്ഷേ എനിക്ക് ഞാൻ 2015 മോഡൽ വെർഷൻ 2 യൂസ് ചെയ്ത ആളാണ്. അത് ഈ ഇടയ്ക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ ഈ പ്രദേശത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അത് കുറച്ചുകൂടി സ്ലീക്കായിട്ടുള്ളൊരു ബൈക്കായിട്ട് എനിക്ക് തോന്നി. അതിൽ അത്യാവശ്യം ഞാൻ ബ്ലോക്ക് പാറ്റേൺ ടയറൊക്കെ ആയിരുന്നു യൂസ് ചെയ്തത്, അത്യാവശ്യം ഓഫ് റോഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ബൈക്ക് അത്യാവശ്യം കുറച്ചുകൂടിയൊക്കെ ഹാൻഡ്ലിങ് ബെറ്റർ ആയിട്ട് തോന്നി ഇതിനേക്കാൾ. ഇത് കുറച്ചുകൂടിയൊക്കെ ബൾക്കി ആയിട്ടുള്ളൊരു ബൈക്ക് ആയതുകൊണ്ട് എനിക്ക് ഓഫ് റോഡിങ്ങിൽ എനിക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ എൻജിൻ കുറച്ച് റിഫൈൻഡ് ആണെന്ന് മാത്രമല്ല, ഇത് അത്യാവശ്യം ലോ ഇൻ ടോർക്ക് അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇത്തവണ അവർ കുറച്ചുകൂടി ലീനിയർ ആക്കാൻ വേണ്ടിയിട്ട് ടോർക്ക് കർവ് കുറച്ചുകൂടി വൈഡൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ഇൻ ടോർക്ക് പഴയ ബൈക്കുകളെ അപേക്ഷിച്ച് ഇതിൽ കുറവായിരിക്കാം. പക്ഷേ ഇതിന് അത്യാവശ്യം ലോ ഇൻ പഞ്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡിൽ നമ്മൾ ഒബ്സ്റ്റക്കിൾസിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് അത്ര വണ്ടി ഓഫായി പോകുന്നതായിട്ടോ അല്ലെങ്കിൽ വണ്ടി അറയ്ക്കുന്നതായിട്ടോ അല്ലെങ്കിൽ വണ്ടിക്ക് പവർ കുറവുള്ളതായിട്ടോ ഒന്നും നമുക്ക് തോന്നില്ല. നമ്മൾ ഓഫ് റോഡിൽ അധികം വേഗതയിലൊന്നും വണ്ടി ഓടിക്കാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അത്യാവശ്യം കെയർഫുള്ളി ഒരു 40-45 കിലോമീറ്ററൊക്കെ മാക്സിമം പോകാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സ്പീഡൊക്കെ വരെയും ഇതിന് അത്യാവശ്യം നല്ല പവറുണ്ട്. ബൈക്കുകളുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പൊതുവിൽ സംശയം തോന്നാറുണ്ട്. ഈ ബൈക്കിന് 165 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത്യാവശ്യം അടി തട്ടുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അതായത് വിത്ത് പില്ലിയൻ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ശ്രദ്ധിക്കാതെ നിങ്ങൾ കാഷ്വലായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഈ ബൈക്കിൻ്റെ അടി തട്ടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ബെൻ പൈപ്പിലായിരിക്കും ഈ പറയുന്ന കല്ലുകളൊക്കെ വന്ന് തട്ടുക. അതുകൊണ്ട് തന്നെ ഒരു കംഫർട്ട് കുറവായിരിക്കാം. കഴിവതും ഒറ്റയ്ക്കാണ് ഓടിക്കുന്നതെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഓടിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അല്ലാതെ വേറെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ജനറലി റോഡിൽ ഓടിക്കുമ്പോൾ നമ്മുടെ നോർമൽ ഗട്ടറുകളിലൊന്നും അത്ര പ്രശ്നം തോന്നുന്നില്ല. നമുക്ക് നോക്കി ഇറക്കിയാൽ മതി. അല്ലാതെ വരുന്ന സ്പീഡിൽ തന്നെ നമ്മൾ കയറ്റി ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അടി തട്ടാൻ സാധ്യതയുണ്ട്.
ഓഫ് റോഡിങ്ങിനാണെങ്കിലും ടൂറിങ്ങിനാണെങ്കിലും ഒക്കെയും ഇതിൽ ഒരുപാട് ആക്സസറീസ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നക്കിൾ ഗാർഡ്സ് വളരെ നല്ലതാണെന്ന് തോന്നി. ബാർ ആൻഡ് പ്രൊട്ടക്ടേഴ്സ് അത്യാവശ്യം ഇതിൽ ഫൈബറാണ് വരുന്നത്, കുറച്ചുകൂടി മെറ്റലിൻ്റെ ബാർ ആൻഡ് പ്രൊട്ടക്ടേഴ്സ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ ക്രാഷ് ഗാർഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിൻ്റെ ക്രാഷ് ഗാർഡ് കുറച്ചുകൂടി ബെറ്റർ ആക്കാമെന്ന് എനിക്ക് തോന്നി. ബെല്ലി പാൻ ഇതിന് വരുന്നത് സ്വാഭാവികമായിട്ട് ഫൈബറിൻ്റെയാണ് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ചുകൂടി മെറ്റലിൻ്റെ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആകുമെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ബാഗൊക്കെ തൂക്കി ഓഫ് റോഡ് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്കിൽ ഒരു സാഡിൽ സ്റ്റേയും പിന്നെ അല്ലെങ്കിൽ ഒരു ടോപ്പ് റാക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്നും എനിക്ക് പേഴ്സണലി തോന്നി. ഈ ബൈക്കിന് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ സെഗ്മെൻറ്റിൽ ഏറ്റവും പവർ കുറഞ്ഞ വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിയാണോ ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയില്ല ഈ വണ്ടിയാണ് ബെസ്റ്റ് എന്ന്. കാര്യം ഇതിൻ്റെ ഇതേ വിലയ്ക്ക് തന്നെ ഹീറോ 160R കിട്ടും. കുറച്ചുകൂടിയൊക്കെ പവറുള്ള, കുറച്ചുകൂടിയൊക്കെ സ്ലീക്കായിട്ടുള്ള, കുറച്ചുകൂടി ബെറ്റർ ഡിസൈൻ എലമെൻറ്റ്സ് ഉള്ള ഒരു ബൈക്കാണ് ഹീറോ. ഇതിനേക്കാളും മെയിൻ്റനൻസും കുറവാണ്. അതും ഓഫ് റോഡ് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ അപ്പാച്ചെ 160R NS 160 ഒക്കെയും ഏകദേശം തൊട്ടടുത്ത പ്രൈസ് റേഞ്ചുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ FZ എന്ന് പറയുന്നത് ഒരു വാല്യുബിൾ ബൈക്കാണോ അല്ലെങ്കിൽ വാല്യൂ ഫോർ മണിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ആണെന്ന് പറയില്ല. ആരും ഇത് വാങ്ങണം എന്നൊക്കെ ഒരാൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യമഹ ഫാൻസ് ആയിട്ടുള്ള യമഹ ഫാൻ ബോയ്സിന് വാങ്ങാം. അവർക്ക് വേറെ ചോയ്സസ് ഇല്ല. യമഹയിൽ തന്നെയും ഈ ബൈക്ക് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഉള്ളത് MTയും R15 ആണ്. അത് ബഡ്ജറ്റിൽ കുറച്ച് മുകളിലാണ്. അല്ല, നിങ്ങളൊരു നോർമൽ ബയറാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ വാല്യൂ ഫോർ മണി ബൈക്ക് വേണം, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ബാക്കിയുള്ള ബൈക്കുകൾ കൂടി ഓടിച്ചു നോക്കുക. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ പറയുന്നത് കേട്ട് മാത്രം എന്ത് ചെയ്യരുത്, വാഹനം എടുക്കരുത്. നമ്മൾ കഴിവതും ആ വാഹനം ഓടിച്ചു നോക്കണം. അത് നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കണം. നമ്മുടെ എല്ലാ ആസ്പെക്റ്റുകളും നോക്കണം. ഞാനെന്ന് പറയുന്ന ആൾ ഒരിക്കലും ബൈക്ക് ഒറ്റ ആസ്പെക്റ്റിൻ്റെ പുറത്ത് എടുക്കില്ല. ഞാൻ വീക്കെൻഡ് റൈഡുകൾ ചെയ്യാറുള്ള ആളാണ്, അല്ലെങ്കിൽ അത്യാവശ്യം ലോങ് പോകാൻ താല്പര്യമുള്ള ആളാണ്. ഞാനപ്പോൾ അതെല്ലാ ആസ്പെക്റ്റുകളും നോക്കും. അതിപ്പോൾ ഞാനൊരു 125cc ബൈക്ക് എടുത്തു കഴിഞ്ഞാലും ശരി, ഇല്ല ഒരു 350cc ബൈക്ക് എടുത്തു കഴിഞ്ഞാലും ശരി, ഞാൻ എല്ലാ ആസ്പെക്റ്റുകളും നോക്കിയ ശേഷം മാത്രമേ എടുക്കൂ. ഇതിൽ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യമഹയുടെ മെയിൻ്റനൻസ് ഹീറോയെക്കാളും കൂടുതലാണ്. ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിനേക്കാൾ ഉറപ്പായും കൂടുതലാണ്. ഞാൻ യമഹ ഓൺ ചെയ്ത ആളാണ്. അപ്പോൾ ഒരു 150cc ബൈക്കിൽ അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് കോസ്റ്റ് വരാൻ സാധ്യതയുള്ള ബൈക്കൊക്കെ തന്നെയാണ് യമഹ. അപ്പോൾ നിങ്ങളൊരു കോളേജ് ഗോയിങ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഹീറോയ്ക്കായിരിക്കും ബെറ്റർ. ഇനി എനിക്കിത് ബെറ്റർ ലുക്കിംഗ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് വൈസ് ഓക്കെയാണ്, പക്ഷേ ബിൽഡ് ക്വാളിറ്റി അത്ര ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ലോങ് ടേമിൽ ഇതിൻ്റെ ബെൻ പൈപ്പ് റസ്റ്റ് ആകുന്ന ഇഷ്യൂ മുതൽ ഇതിൻ്റെ പാനൽ ഗ്യാപ്പും അല്ലെങ്കിൽ പെയിൻറ്റ് ക്വാളിറ്റിയും വരെയും എനിക്ക് പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ട്. അതൊരു ലോങ് ടേം ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ബൈക്കിനോട് അത്ര പ്രിയമില്ല. ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നിയ പ്രിയം ഇപ്പോൾ ഇല്ല. കാര്യം ഇത്രയും ഞാൻ ഓടിച്ച ശേഷം എനിക്ക് അത്ര താല്പര്യമുള്ളൊരു ബൈക്കല്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കുറച്ച് റിലയബിൾ ഒരു കമ്പനി വേണം, ഒരു യമഹ പോലൊരു ബ്രാൻഡ് വേണം, ബ്രാൻഡ് വാല്യൂ വേണം, കുറച്ച് വലിയ അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ളൊരു ബൈക്ക് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ ബൈക്ക് പ്രിഫർ ചെയ്യാം. ഇത് ഓഫ് റോഡ് ഫ്രണ്ട്ലി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ഓഫ് റോഡ് റെയിലുകളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നം ഉണ്ടാകില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് കൊണ്ടുപോകും. അതിപ്പോൾ ഏത് ബൈക്കാണോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഇത് ഏത് ബൈക്കിനും പോകാൻ പറ്റുന്ന വഴികളല്ലേ എന്ന്. സ്വാഭാവികമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാനിത് ടെസ്റ്റിന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ടെസ്റ്റിന് കൊണ്ടുവരുമ്പോൾ തന്നെ ഫീഡ്ബാക്കുകൾ ഒരുപാട് എടുക്കേണ്ടി വരും. ഇനി ബാക്ക് പെയിൻ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്. അത്യാവശ്യം ബാക്ക് ഇടിക്കുന്നുണ്ട്. ഗട്ടറിലും കല്ലുകളുടെ മുകളിലൂടെയൊക്കെ പോകുമ്പോൾ ബാക്ക് ഇടിക്കുന്നുണ്ട്. എനിക്ക് ബാക്ക് പെയിൻ ഫീൽ ചെയ്തായിരുന്നു. ഇതിൻ്റെ സീറ്റ് അടിയുമുണ്ട്. നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സീറ്റ് അടിക്കുന്ന ശബ്ദവും കേൾക്കും. എനിക്കത് അരോചകമായി തോന്നി. കാര്യം ഇത്രയും പൈസ കൊടുക്കുന്ന സാധനത്തിൻ്റെ സീറ്റ് കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആക്കാമെന്ന് തോന്നി. നല്ല സീറ്റാണ്, കുറച്ച് കൂടുതൽ ഫിറ്റൊക്കെ കുറച്ച് ബെറ്റർ ആക്കാമെന്ന് തോന്നി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം ഇതിൻ്റെ ടാങ്ക് ക്യാപ്പാണ്. ടാങ്ക് ക്യാപ്പ് ഒരു കയ്യിൽ വരും. ഇതിനേക്കാളും പഴയ വണ്ടികളായപ്പോൾ ഹോർണറ്റ് 160R പോലും ടാങ്ക് ക്യാപ്പ് എന്ത് ചെയ്യാനും പറ്റില്ല, ഊരി വരില്ല കയ്യിൽ. ഒരു ഹിഞ്ച് മെക്കാനിസം ഉണ്ട്. ഇതിന് ഊരി കയ്യിൽ വരുന്നൊരു വൃത്തികെട്ട ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതെനിക്ക് ഒട്ടും ഇഷ്ടമായി തോന്നിയില്ല. ബിക്കോസ് ഇത്രയും കാശ് മുടക്കുന്നതാണ്, അതുകൊണ്ട് അതൊക്കെ ബെറ്റർ ആക്കാമെന്ന് തോന്നി. പിന്നെ അതിൻ്റെ മിററിൻ്റെ കാര്യം ഡിസൈൻ വൈസ് കൊള്ളാം. എനിക്ക് പർപ്പസ് വൈസ് അത്ര സുഖകരമായി തോന്നിയില്ല. എനിക്ക് പഴയ യമഹയുടെ മിറർ കുറച്ച് കൂടുതൽ ബെറ്ററായിട്ട് തോന്നി. സാധനം ലുക്കില്ലെങ്കിലും അത്യാവശ്യം പർപ്പസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി. ഒരു ഫൈനൽ വേർഡിക്റ്റ്
ഈ ബൈക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഉറപ്പായി ഇത് വാങ്ങുന്നതിനെ പറ്റിയായിരിക്കും. ഞാൻ ഓഫ് റോഡ് റിവ്യൂ നടത്തി, നൈറ്റ് റൈഡ് റിവ്യൂ നടത്തി, വാക്ക് അറൗണ്ട് റിവ്യൂ നടത്തി. ഇതായിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ ബൈക്ക് വളരെ നല്ല ബൈക്കാണ്, ഉറപ്പായി നല്ല ബൈക്കാണ്. പക്ഷേ ഇത് വരുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 1.3 lakh, 1.3 to 1.445 lakh എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലാണ് പല 150, 180, 200 cc ബൈക്കുകളും വരുന്നത്. ഇപ്പോൾ ഹീറോ 160R മുതൽ ഹീറോ 200S വരെ പോലുള്ള ബൈക്കുകളൊക്കെയും ആ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിനേക്കാളും കുറച്ചും കൂടി എൻജിൻ കപ്പാസിറ്റി ഉള്ള എന്നാൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്കുകൾ കിട്ടും. ഇതിൻ്റെ എല്ലാ പർപ്പസും അതും സെർവ് ചെയ്യുന്ന ബൈക്കുകളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും റെക്കമെൻഡ് ചെയ്യുന്നത് ഹീറോ 200S ആണ്. അത് അധികം ശ്രദ്ധിക്കപ്പെടാതെ നടക്കുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ BS6 വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. റിവ്യൂ കിട്ടുകയാണെങ്കിൽ, റിവ്യൂ ബൈക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. അങ്ങനെയുള്ള ബൈക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം മാത്രം നിങ്ങൾ ഫൈനലൈസ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ബൈക്ക് വേണമെന്ന്. അല്ലാതെ നിങ്ങൾ ചാടിക്കയറി ബൈക്ക് എടുക്കരുത്. കാര്യം നമ്മൾ കുറച്ചധികം ഉപയോഗം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചധികം യൂസസിന് ട്രൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് ഇത് എനിക്ക് പറ്റിയ ഒരു ബൈക്ക് അല്ലായിരുന്നു എന്ന്. പിന്നെ ലൈഫ് ലോങ് അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ലൈഫ് ലോങ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുറേ കാലം അത് വെച്ച് ഓടിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. നിങ്ങൾ കഴിവതും എല്ലാ ടെസ്റ്റ് റൈഡും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അഭിപ്രായങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ബൈക്ക് വാങ്ങുക. ഇനി നിങ്ങൾക്ക് ഈ ബൈക്കുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ബൈക്കുകളുമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ ഉറപ്പായും കമൻറ്റുകളായി രേഖപ്പെടുത്താം. യമഹ FZ വേർഷൻ 3യുടെ ഓഫ് റോഡ് റിവ്യൂടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.